കൂടാതെ നമുക്കറിയാലോ ഇപ്പോൾ അത് ഗുജറാത്തിലാണ് ഏറ്റവും ആദ്യത്തെ സമരം ഉണ്ടാകുന്നത്. ഗുജറാത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്നാണ്. ആ സമരം ഉണ്ടാകാൻ കാരണം ഹോസ്റ്റലിലെ ഈ മെസ് ഫീസ് 20% കൂട്ടി എന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആ സമരം വീണ്ടും ബീഹാറിലേക്ക് കത്തിപ്പടരുന്നു, ബീഹാറിലുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇപ്പോഴത്തെ ലല്ലു പ്രസാദ് യാദവ്, അതായത് അദ്ദേഹം പിന്നീട് ബീഹാറിലേക്ക് മുഖ്യമന്ത്രിയായിരുന്ന ലല്ലു പ്രസാദ് യാദവ്, അദ്ദേഹത്തിന് 26 വയസ്സുള്ളപ്പോൾ അദ്ദേഹമാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം ചെന്ന് വിളിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്ന 70 വയസ്സ് കഴിഞ്ഞ് 74 വയസ്സോളമുള്ള ഒരു ഗാന്ധിയനായ മനുഷ്യനെ ഈ സമരമുഖത്തേക്ക് ഇറക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ സമരം അക്രമാസക്തമാകില്ലെങ്കിൽ ഞാനിതിൻ്റെ മുൻനിരയിൽ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സമരങ്ങളെല്ലാം തന്നെ പക്ഷേ നമുക്കറിയുന്ന പോലെ CIA ഫണ്ടഡ് ആയിരുന്നു എന്നൊക്കെയാണ് അന്നത്തെ ഗവൺമെൻറ്, അതായത് കോൺഗ്രസ് ഗവൺമെൻറ് ആരോപിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ സമരങ്ങൾക്കും ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്നു എന്നാണ് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.